ഇന്ത്യ-പാകിസ്ഥാൻ T20 ലോകകപ്പ് ടോസ് സമയത്ത് ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പാകിസ്ഥാൻ ക്യാപ്റ്റൻ സൽമാൻ അലി ആഗെയുമായി ഹസ്തദാനം ചെയ്തില്ല. ബംഗ്ലാദേശിൽ താരിഖ് റഹ്മാന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രിക്ക് പകരം ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഇന്ത്യയെ പ്രതിനിധീകരിക്കും. ഫ്രഞ്ച് പ്രസിഡന്റ് മാക്രോണുമായുള്ള കൂടിക്കാഴ്ചയുള്ളതിനാലാണ് മോദി യാത്ര ഒഴിവാക്കിയത്. ഫെബ്രുവരി 17-ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പ്രധാനമന്ത്രി മോദിയുമായി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ-US വ്യാപാര കരാർ കർഷകരെ ചതിക്കുന്നതാണെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ആരോപിച്ചു. ഫെബ്രുവരിയിൽ ആദ്യ 15 ദിവസത്തിനുള്ളിൽ വിദേശ നിക്ഷേപകർ ഇന്ത്യൻ വിപണിയിൽ 19,675 കോടി രൂപ നിക്ഷേപിച്ചു. IT മേഖലയിലെ അനിശ്ചിതത്വം കാരണം കഴിഞ്ഞ ആഴ്ച സെൻസെക്സിൽ 1000 പോയിന്റിന്റെ ഇടിവുണ്ടായി. തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള അന്തിമ വോട്ടർ പട്ടിക ഫെബ്രുവരി 23-ന് പ്രസിദ്ധീകരിക്കും. ജമ്മു കാശ്മീരിൽ പണം തട്ടിപ്പിനായി ഉപയോഗിച്ച 8000-ത്തിലധികം ബാങ്ക് അക്കൗണ്ടുകൾ സുരക്ഷാ ഏജൻസികൾ കണ്ടെത്തി.